യാത്ര ചെയ്യാൻ ആളില്ലാത്തതിനാൽ നവകേരള ബസിന്റെ സർവീസ് മുടങ്ങി. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന സർവീസാണ് ഉപേക്ഷിച്ചത്. 5 പേർ മാത്രമാണ് ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബംഗളൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരേ ഒരാൾ. യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതാണ് സർവീസ് ഉപേക്ഷിക്കാൻ കാരണമെന്ന് KSRTC അധികൃതർ പ്രതികരിച്ചു. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇങ്ങനെയൊരു ബസ് ഈ യാത്രയ്ക്കായി നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഭാവിയിലേക്ക് വലിയ ഉപയോഗമുണ്ടാകുമെന്ന രീതിയിലാണ് പാർട്ടിയും സർക്കാരും ന്യായീകരിച്ചിരുന്നത്. ഇപ്പോൾ ആ ബസ്സിൽ കയറാൻ ആളില്ല എന്ന് പറയുമ്പോൾ എന്താണ് KSRTCയുടെ വിശദീകരണം? സ്മൃതി, ഗരുഡ പ്രീമിയം എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 26 സീറ്റുള്ള ഈ ബസ് സർവീസിന് വേണ്ടി ഇറങ്ങിയത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മികച്ച പ്രതികരണമുണ്ടായി. എന്നാൽ കാലക്രമേണ സീറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നു. കഴിഞ്ഞ ദിവസം ഒക്കെ 14,000 രൂപ മാത്രം കളക്ഷൻ എത്തുന്ന രീതിയിലേക്ക് ബസ്സിൻ്റെ സർവീസ് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെയും ഇന്നുമായി സർവീസ് അയക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് KSRTC എത്തിയത്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ കൂടി നിർദ്ദേശപ്രകാരം ഇന്ന് സർവീസ് വിട്ടില്ല എന്നുള്ളതാണ് DTO അറിയിക്കുന്നത്. ഇന്ന് 5 പേർ മാത്രമാണ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരികെ വരാനുള്ളത് ഒരാൾ മാത്രം. കഴിഞ്ഞ ദിവസം സർവീസ് അയക്കുമ്പോൾ വഴിയിൽ നിന്ന് ആരെങ്കിലും കൈ കാണിച്ച് കയറും എന്നുള്ളൊരു പ്രതീക്ഷ KSRTC അധികൃതരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അതുമുണ്ടായില്ല. അങ്ങനെ 14,000 രൂപ മാത്രം ഒരു കളക്ഷനുള്ള സർവീസായി കോഴിക്കോട് ബംഗളൂരു ഗരുഡ പ്രീമിയം സർവീസ് കഴിഞ്ഞ ദിവസമൊക്കെ മാറി എന്നുള്ളതാണ്. എന്നാൽ വെള്ളിയാഴ്ച വാഹനം സർവീസിന് വേണ്ടി വിടും എന്നുള്ളതാണ് KSRTC അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഞായറാഴ്ചകളിലൊക്കെ തന്നെ ഏതാണ്ട് 55,000 രൂപയുടെ കളക്ഷൻ ഉണ്ട് എന്നുള്ളത് KSRTC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വളരെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു സർവീസിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ കഴിയാത്തത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബുധനാഴ്ചകളിലും ഒപ്പം തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒക്കെ താരതമ്യേന ആളുകളുടെ എണ്ണം കുറവുണ്ടാകാറുണ്ട്. അതുകൊണ്ട് സർവീസ് അയക്കുന്നില്ല എന്നുള്ള വിശദീകരണം മാത്രമാണ് KSRTCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ദീപക്, ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യമുള്ള ബസ് എന്ന നിലയ്ക്കാണ് ഈ ബസ് പ്രത്യേകതയുള്ള ബസ്സായി വിശദീകരിക്കപ്പെട്ടിരുന്നത്. ചാർജ് കൂടുതലാണോ? എന്തുകൊണ്ടാണ് യാത്രക്കാർ ഇതിൽ പോകണ്ട എന്ന് തീരുമാനിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഇല്ല, അത് സംബന്ധിച്ച് ഒരു വ്യക്തത KSRTCക്കും ഇല്ല എന്നുള്ളതാണ്. ഞാൻ അല്പം മുൻപ് DTOയോട് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ സർവീസിനെ ആളുകൾ സ്വീകരിക്കാത്തത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. തുടക്കത്തിലുണ്ടായിരുന്ന ആ കൗതുകം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സർവീസിനെ അത്ര കണ്ട ആളുകൾ സ്വീകരിക്കുന്നില്ല. പുലർച്ചെ പുറപ്പെടുകയും രാത്രി തിരികെ എത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഷെഡ്യൂളിനനുസരിച്ച് ആളുകൾ അതിനെ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്താണ് എന്നുള്ളത് സംബന്ധിച്ച് KSRTCക്കും വ്യക്തതയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വലിയ ഈ ഒരു റേറ്റിൻ്റെ കാര്യത്തിൽ അത്ര വലിയ വ്യത്യാസമില്ല. പ്രത്യേകിച്ച് ഈ സ്വകാര്യ സർവീസുകൾ നിരവധിയായി കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കൊക്കെ സർവീസ് നടത്തുന്നുണ്ട്, ഈ കോൺട്രാക്ട് കാരേജ് ബസ്സുകളൊക്കെ തന്നെ. പക്ഷേ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന റേറ്റിൽ അത്ര വലിയ അന്തരമില്ല. പക്ഷേ എന്നിട്ട് പോലും ആളുകൾ ഇത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് KSRTCയും ഇപ്പോൾ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. ചരിത്ര സ്മാരകമായി മാറുമോ? അത് തൽക്കാലം ഇപ്പോൾ അങ്ങനെ പറയാൻ നിർവാഹമില്ല. കാരണം അവർ പറയുന്നത് ഞായർ ശനി ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ മാത്രം ഓടിക്കുന്ന ഒരു സർവീസാക്കി ഇനി മാറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം ഇത്ര നഷ്ടം സഹിച്ചിട്ട് അത്തരത്തിൽ ഒരു സർവീസ് നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം 14,000 രൂപയൊക്കെ ഒരു കളക്ഷൻ കിട്ടിക്കൊണ്ട് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ഒരു സർവീസ് നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളത് ആർക്കും അറിയാം. പക്ഷേ അതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഉതകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് KSRTCയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളത് നമ്മൾ കൗതുകപൂർവ്വം നോക്കുന്നുമുണ്ട്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.